സദസ്സിന് സാദരം കൂപ്പുകൈ. കേരള ചരിത്രത്തിന്റെ താളുകൾ മറയ്ക്കുമ്പോൾ ചുടുചോരയുടെ ചുവപ്പ് നിറമുള്ളതും മനുഷ്യ മാംസത്തിന്റെ മണമുള്ളതും കണ്ണുനീര് കൊണ്ട് കറപുരണ്ട് നനഞ്ഞു കുതിർന്നതുമായ കുറെ കടലാസു കഷ്ണങ്ങൾ കാണാം. അതിനു പിന്നിൽ ശോകപൂർണമായ ഒരു കഥയുണ്ട്. കിരാതമായ നരിവേട്ടയുടെ വേദനിപ്പിക്കുന്ന കഥ. വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിന്റെ മാദകമായ മണവും മധുര ശക്തിയുള്ള മന്ദഹാസവും മലയാള മണ്ണിലേക്ക് മനുഷ്യ ലക്ഷ്യങ്ങളെ മാടി വിളിച്ചപ്പോൾ മലമ്പനിയോടും മലമ്പാമ്പിനോടും മല്ലിട്ട് മജ്ജയും മാംസവും മരവിപ്പിക്കുന്ന മകരമാസത്തിലെ മഞ്ഞും മഴയും സഹിച്ച് കാടുപിടിച്ച മലഞ്ചെരിവുകളെ മനം കുളിർപ്പിക്കുന്ന മലർവാടികളാക്കി മാറ്റിയ മലയോര കർഷകരെ മരണത്തിന്റെ മടിത്തട്ടിലേക്ക് മലർത്തിയെറിഞ്ഞ മനുഷ്യ രാക്ഷസന്മാരുടെ നരകീയ നടപടികളിൽ നിന്നും ഉരുത്തിരിഞ്ഞ കഥയാണിത്. മത്തു പിടിപ്പിക്കുന്ന മദ്യവും മന്ദഹാസം പൊഴിക്കുന്ന മധുരാശിമാരുമൊത്ത് മൺവീണ മീട്ടി മതി മറന്നുല്ലസിക്കുന്ന മന്ത്രി പൂങ്കുവന്മാരും മാനുഷിക മൂല്യങ്ങളെ മാനിക്കാത്ത മുതലാളി വർഗങ്ങളും ചേർന്നു നടത്തിയ ഗൂഢാലോചനകളുടെ ദാരുണ ഫലമായി കിഴക്കൻ മലകളിൽ തീജ്വാലകൾ ആളിപ്പടർന്നു. അമരാവതിയിലും അമ്പലവയലും കൊട്ടിയൂരിലും കോട്ടമണ്ണിലും ചുരുളിയിലും കീരിത്തോട്ടിലും കട്ടപ്പനയിലും ഗൂഡല്ലൂരിലും നെല്ലാമ്പാറയിലുമെല്ലാം ആ കുടിയിരിപ്പ് ദുർഭൂതം കൂകി വിളിച്ചു നടന്നു. അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ അടിച്ചമർത്താൻ വേണ്ടി അലറിയെടുത്ത അന്ധകാര സന്തതികളുടെ അട്ടഹാസങ്ങളും ആക്രോശങ്ങളും അവിടെ ഉയർന്നു കേട്ടപ്പോൾ അമരാവതി എന്ന നരകാവതിയിൽ അവശ്യരും ആലംബഹീനരുമായ അനേകായിരങ്ങളുടെ നിലവിളി മുഴങ്ങി കേട്ടപ്പോൾ ആശ്വാസത്തിന്റെ കൈത്തിരിയുമായി രക്ഷയുടെ ദീപശിഖയുമേന്തി അവിടേക്ക് ഓടിയെത്തുകയും മണ്ണിൻ മക്കളെ രക്ഷിക്കാൻ വേണ്ടി സ്വജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്ത മനുഷ്യസ്നേഹികൾ എന്ന വാക്കിന് തികച്ചും അർഹതയുള്ള നേതാക്കൾ മുൻപോട്ടിറങ്ങി വന്നതായി നാം പത്രങ്ങളിൽ വായിച്ചിരിക്കും. കാലത്തിന്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കണം എന്ന് നാം സാധാരണ പറയാറുണ്ട്. സത്യത്തിനു വേണ്ടി, സമത്വത്തിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി, സാഹോദര്യത്തിനു വേണ്ടി നെഞ്ചുറപ്പോടെ, നിശ്ചയദാർഢ്യത്തോടെ, കരുളുറപ്പോടെ, കാലുറപ്പോടെ ചില കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാനും ചിലത് പ്രവർത്തിക്കാനുമുണ്ട്. അങ്ങനെ പ്രവർത്തിക്കേണ്ട കാലമാണിത്. നമ്മുടെ പരിവർത്തനം കൊച്ചു കേരളത്തിൽ നിന്ന് ആരംഭിക്കണം. ഒരു പരിവർത്തനത്തിന്റെ സാമൂഹിക സാംസ്കാരിക വിപ്ലവത്തിന്റെ വ്യക്തമായ പ്രഭാതം ഇവിടെ ഉണ്ടാകണം. അതിന് ആധുനിക യുഗത്തിലെ കരുത്തുറ്റ വ്യക്തികൾ ശക്തി ആർജിക്കണം. അതിന് ആരുടെയും തല വെട്ടണമെന്നല്ല പറയുന്നത്, മറിച്ച് സ്നേഹബന്ധങ്ങളിലൂടെ അത് സാധിച്ചെടുക്കണം. നമ്മുടെ പാർലമെന്ററി സമ്പ്രദായത്തിന്റെ 4 അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വേണം അത് സാധിക്കാൻ. അതിനു വേണ്ടിയാണ് നാം പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ സാഹോദര്യത്തിനു വേണ്ടി ദാഹിക്കുവിൻ, സമത്വത്തിനു വേണ്ടി സംഘടിക്കുവിൻ, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദമുയർത്തുവിൻ. നന്ദി, നമസ്കാരം.